നമ്മളിപ്പം ഫോൺ മൊഞ്ചാക്കാനുള്ള പല സെറ്റിങ്സുകൾ, പല ആപ്ലിക്കേഷനുകൾ, പല വീഡിയോ ചെയ്തിക്ക്. അത് ഫോണിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൊഞ്ചാക്കാനും സെറ്റിങ്സിൽ മാറ്റം വരുത്താനൊക്കെ ഉള്ള പല വീഡിയോ നമ്മൾ ചെയ്തിക്ക്. ഇനിയും കുറെ ചെയ്യാനുണ്ട് കേട്ടോ. അല്ല, അതടക്കട്ടെ, നമ്മളെ ഫോണിന്റെ പുറം ഭാഗം ഒന്ന് മൊഞ്ചാക്കിയാലോ? നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിന്റെ ഈ ബാക്ക് കവറിലെ ഈ ബാക്ക് കവർ നമുക്കിഷ്ടമുള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ഇവിടെ നമുക്കിഷ്ടമുള്ള ഫോട്ടോ സെറ്റ് ചെയ്യുക, നമുക്കിഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ട് അത് നമുക്ക് വാങ്ങുകയും ചെയ്യാം. അതിന് പറ്റിയ ഒരു ഷോപ്പിംഗ് ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അതായത് മൊബൈൽ കവറുകൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അതിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മൊബൈൽ കവർ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് അത് നമുക്ക് വാങ്ങാം. വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുക. നല്ലൊരു കവറൊക്കെ വാങ്ങിയിടുക. ഡി പ്രിന്റ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ എങ്ങനെ ഡിസൈൻ ചെയ്യുക, എന്നിട്ട് അതെങ്ങനെ പർച്ചേസ് ചെയ്യുക എന്ന് നമ്മളൊന്ന് നോക്കുക. ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഇഷ്ടംപോലെ കവറുകൾ കാണാം. ഇവിടെ മേലെ തന്നെ കസ്റ്റമൈസ്ഡ് മൊബൈൽ കവറിനുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ ഫോൺ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഏത് കമ്പനിന്റെ ഫോണാണെന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സാംസങ്ങിന്റെ ഫോൺ സെലക്ട് ചെയ്ത്. സാംസങ്ങിന്റെ ഫോൺ സെലക്ട് ചെയ്താൽ സാംസങ്ങിന്റെ എല്ലാ മോഡലും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഏത് മോഡലിനാണോ വേണ്ടത് ആ മോഡൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു മോഡൽ ഞാൻ സെലക്ട് ചെയ്ത് ഇത് ജസ്റ്റ് കാണിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് കവറുകൾ കാണാം. ഇതിൽ ഏറ്റവും മേലത്തെ ആഡ് യുവർ ഫോട്ടോ എന്നുള്ള ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയും ചെയ്യുന്നതാണ്. ഈ കവർ എങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു ഡിസൈന് നമുക്ക് ക്രോപ്പ് ചെയ്യോ എന്ത് വേണേലും ചെയ്തിട്ട് ഇവിടെ മേലെ ടിക്ക് മാർക്ക് കൊടുക്കുക. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ടെക്സ്റ്റ് എന്നുള്ളിടത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മളെ പേരോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പേരോ ഒക്കെ നമുക്ക് കവറിൽ പ്രിന്റ് ചെയ്യാം. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അത് ഇഷ്ടമുള്ള ഭാഗത്ത് നമുക്ക് കൊണ്ടാക്കാം. ആ പേര്, അതിനിഷ്ടമുള്ള കളറ്, ഫോണ്ട് ഒക്കെ കൊടുക്കുക. കളറിനുള്ളിടത്ത് നിന്ന് ഇഷ്ടമുള്ള കളറ് കൊടുക്കുക. ഇഷ്ടംപോലെ കളറുണ്ട്, ഏത് കളർ വേണമെങ്കിൽ കൊടുക്കാം. ഒരു കളർ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഒരു കളറും അവിടെ സെറ്റ് ചെയ്ത് ഞാൻ അതിനുശേഷം ബാക്കി എന്തൊക്കെ വേണമെന്ന് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് ആവശ്യമുള്ള ഭാഗത്ത് എവിടെ വേണമെങ്കിൽ കൊണ്ടാക്കുക. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്താൽ ഇവിടെ ആഡ് ടു കാർട്ട് എന്നുള്ള ഭാഗത്തെത്തും. ഈ ആഡ് ടു കാർട്ട് കൊടുക്കുക. കൺഫേം കവർ എന്നുള്ള കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മളെ മൊബൈൽ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് സാധാരണ ഒരു ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് എങ്ങനെയാണോ പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ നമുക്കിത് പർച്ചേസ് ചെയ്യാം. ഏതാനും ദിവസം കൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയിൽ അല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് പൈസ കൊടുത്തിട്ട് നമുക്കിത് നമ്മളെ വീട്ടിലെത്തും സാധനം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ച് അത് പർച്ചേസ് ചെയ്യാം. സംഭവം അടിപൊളിയാണ്. സൂപ്പറായിട്ടുള്ളൊരു കവർ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളെ പഴയ ഫോണിന് പുതിയ ഒരു ഡിസൈനുള്ള കവറൊക്കെ ഇട്ടൊന്ന് മൊഞ്ചാക്കി അടിപൊളിയാക്കിയല്ലേ. സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്കട്ടോ. ഉപകാരം തോന്നിയെങ്കിൽ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.